ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്കോറിലേക്ക് സ്വാഗതം. തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ EVSലുള്ള 5th ചാപ്റ്റർ ഫുഡ് ആൻഡ് ഹെൽത്ത്. ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ആഹാരമാണ് അല്ലേ. അതുപോലെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുഡും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നല്ല ഈസിയായ സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മാഡത്തിൻ്റെ കൂടെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അതങ്ങ് പഠിക്കുക. ഓക്കെ, നോക്കിയേ ഈ പിക്ചറിൽ നമ്മൾ എന്തായി കാണുന്നത്? ഒരു ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതിലുള്ളൊരു ഗേള് പറയാണ്, ഓ മൈ ബ്രദർ പ്രിപ്പയേഴ്സ് ഡെലീഷ്യസ് വെജിറ്റബിൾ സാലഡ്. എൻ്റെ ചേട്ടൻ എന്തുണ്ടാക്കിയിട്ടുണ്ട്? അടിപൊളിയായിട്ടുള്ളൊരു പച്ചക്കറിയുടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. താഴെ നോക്കിയേ, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹാവ് യു എവർ ഹാഡ് എ വെജിറ്റബിൾ സാലഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും വെജിറ്റബിൾ സാലഡ് കഴിച്ചിട്ടുണ്ടോ എന്ന്. സ്വാഭാവികമായിട്ടും കുഞ്ഞുമക്കളൊക്കെ എന്തായാലും കഴിച്ചിട്ടുണ്ടാവും അല്ലേ, സാലഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാത്തവരാണെങ്കിൽ അവിടെ ആൻസർ എന്ത് ചെയ്തുക, നോ നെയ്തുക, അല്ലെങ്കിൽ യെസ് നെയ്ത്. കഴിച്ചവരാണെങ്കിൽ യെസ് നെയ്ത കേട്ടോ. ഡു യു നോ ഹൗ ടു പ്രിപ്പയർ എനി ഡിഷസ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഷ് ഉണ്ടാക്കാൻ അറിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ മക്കളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും ഈ പച്ച മാങ്ങയിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ, ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും എണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഡിഷ് അല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അതിന് പറയുക. അങ്ങനത്തെ എന്താണ്, നമ്മൾ കുക്ക് ചെയ്യാത്ത 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാത്ത ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഡിഷസ് ജസ്റ്റ് ഒന്ന് നിങ്ങളിങ്ങനെ ഓർത്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയുന്നത്. ഇനി നമുക്ക് ഡിഷസ് എന്ന് പറഞ്ഞൊരു പാർട്ടാണ് പഠിക്കാനുള്ളത്. ഡിഷസ്, വിച്ച് ആർ ദ ഡിഷസ് ദാറ്റ് യു യൂഷ്വലി ഈറ്റ്? നിങ്ങൾ വീട്ടിൽ നിന്ന് പൊതുവെ കഴിക്കാറുള്ള വിഭവങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മൾ രാവിലെ എന്ത് കഴിക്കും? ഒന്നെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ എന്താണ് ദോശ, അല്ലെങ്കിലോ ചപ്പാത്തി, വെള്ളയപ്പം, നൂൽപുട്ട്, ഇങ്ങനെ ഉള്ള ഐറ്റംസും അതിന് പറ്റിയ കറികളും ആയിരിക്കും നമ്മൾ രാവിലെ കഴിക്കുക. ഉച്ചയ്ക്കാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, ചോറ് കഴിക്കും. വൈകിട്ടും ചോറ് കഴിക്കുന്നവരുണ്ട്, ചപ്പാത്തി കഴിക്കുന്നവരുണ്ട് അല്ലേ. പൊതുവേ നമ്മുടെ ഈ കേരളത്തിലെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. രാത്രി സാലഡുകൾ കഴിക്കുന്നവരുണ്ട്, അങ്ങനെയാണ് പൊതുവേ കഴിക്കുക. മക്കൾ എന്തൊക്കെയാണ് കഴിക്കുക എന്നുള്ളത് മക്കളിവിടെ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലും ഇതുപോലെ തന്നെയാണോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിഷും എന്തെല്ലാം ഫുഡ് ഐറ്റംസ് വെച്ചിട്ടാണ് ആ ഡിഷ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുമാണ് ഇവിടെ എഴുതി ചേർക്കാനുള്ളത്. അതിൽ ഡിഷ് എന്താ ഫസ്റ്റ് വൺ കൊടുത്തത്? ബോയിൽഡ് റൈസാണ്. ബോയിൽഡ് റൈസാണ് നമ്മൾ ചോറ് അല്ലേ. ചോറുണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു വെള്ളത്തിൽ എന്ത് ചെയ്യും, വെള്ളം തിളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അരി ഇടും അല്ലേ. എന്നിട്ട് നമ്മളതിങ്ങനെ ഊറ്റിയെടുക്കും. അപ്പം അരി മാത്രം മതി. അരി ജസ്റ്റ് വെള്ളത്തിലേക്ക് കഴുകിയിട്ട് നന്നായിട്ട് വേവിച്ചാൽ എന്തായി, നമുക്ക് ചോറ് കിട്ടി. ഇനിയോ ചപ്പാത്തിക്കാണെങ്കിലോ വീറ്റ് മതി അല്ലേ. ചപ്പാത്തി എന്ത് ചെയ്യും, ചപ്പാത്തി പൊടി കൊണ്ട് ഗോതമ്പ് പൊടി, ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് ഓയിലൊക്കെ മിക്സ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ലഭിക്കും. അപ്പം ചപ്പാത്തിക്ക് എന്തൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക? വീറ്റ്, അതുപോലെ തന്നെ കുറച്ച് സോൾട്ട്, കുറച്ച് വാട്ടർ. നെക്സ്റ്റ് സാമ്പാറാണ് തന്നിട്ടുള്ളത്. സാമ്പാറിൽ നമുക്ക് ഒരുവിധം എല്ലാ തരമായി പച്ചക്കറികളും ഇടാം, എല്ലാ തരമായി വെജിറ്റബിൾസും അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസാണ് നിങ്ങൾക്ക് അറിയാവുന്ന വെച്ചാൽ അതിൻ്റെയൊക്കെ പേരുകൾ എഴുതുക. കുറച്ച് മസാല പൗഡർ ഇടും. പിന്നെ എന്താണ്, നമ്മൾ കോക്കനട്ട് ഓയിലൊന്ന് ജസ്റ്റ് മസ്റ്റാർഡ് കടുകൊക്കെ പൊട്ടിച്ച് ഒഴിക്കുക. ഇങ്ങനെയാണ് സാമ്പാർ വെക്കുക. അപ്പോൾ നമുക്കിവിടെ പൊട്ടാറ്റോ, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, ഡാൾ, പരിപ്പ്, ക്യാരറ്റ്, ഓണിയൻ അല്ലെങ്കിൽ അതർ വെജിറ്റബിൾസ് തന്നെ മസാല പൗഡർ എന്ന് പറയുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ സാമ്പാർ മസാല അല്ലേ, അതൊക്കെ കിട്ടാണ്ട്, സാമ്പാർ പൊടിയൊക്കെ കിട്ടാണ്ട്, കുറച്ച് കായം, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാമ്പാർ വെക്കുക. അപ്പം നിങ്ങളത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ ഇവിടെ എഴുതാം. പിന്നെ എഗ്ഗ് കറിക്കാണെങ്കിലോ എഗ്ഗ്, ഓണിയൻ, ടൊമാറ്റോ, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോക്കനട്ട് ഓയിൽ എക്സെട്ര. ബീഫ് കറി,
സ്റ്റീം കേക്ക് എന്ന് പറയുന്നത് പുട്ടാട്ടോ. ബീഫ് കറിക്ക് ബീഫ്, വാട്ടർ, സോൾട്ട്, ഓണിയൻ, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, മസാല പൗഡർ, ഷാലോട്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി. സ്റ്റീം കേക്ക് എന്ന് പറഞ്ഞാൽ പുട്ടാന്ന് പറഞ്ഞു. പുട്ടുണ്ടാക്കാൻ എന്തൊക്കെയാണ്? റൈസ് ഫ്ലോർ, പുട്ടുപൊടി വേണം, കുറച്ച് ഉപ്പും വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതും വേണം, ജസ്റ്റ് കോക്കനട്ട് അല്ലേ, നമ്മൾ തേങ്ങ ചിരവിയതും ഉണ്ടായാൽ എന്താണ് നമുക്ക് പുട്ടായി. പിന്നെ ദോശയാണെങ്കിൽ ഏറ്റവും സുഖമാണ്. ദോശയ്ക്ക് എന്താ വേണ്ടത്? നമ്മൾ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് കുറച്ച് ഉപ്പും ഇട്ട് ജസ്റ്റ് ഇളക്കി നമ്മൾ കുറച്ച് ഓയിൽ തടവിക്കണം ആ പാത്രത്തിൽ എന്ന് വെച്ചാൽ ദോശച്ചട്ടിയിൽ ഒഴിച്ചാൽ നമുക്ക് ദോശയും കിട്ടി. ദോശ, ദെൻ ടൊമാറ്റോ കറി. ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിളായിട്ട് ഓംലെറ്റൊക്കെ ആഡ് ചെയ്യുക അല്ലേ. ഓംലെറ്റ് ആകുമ്പോൾ നല്ല ഈസിയാണ്. അപ്പോൾ അതുപോലത്തെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഇതൊക്കെ ഡിഷസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ആർ ഓൾ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ഹാവ് റിട്ടൺ ഓൺ ദ ടേബിൾ ഓഫ് ദ സെയിം ടൈപ്പ്? നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ പേരുകൾ എഴുതിയില്ലേ, ഭക്ഷ്യവസ്തുക്കളുടെ പേരുകൾ എഴുതി. അപ്പോൾ അതൊക്കെ ഒരേ ഇനത്തിൽപ്പെട്ടതാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഒരേ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആണോ? അല്ല. എന്താണ്? ചിലതെന്താണ് സീരിയൽസ് ആണ്, ചിലത് ഫ്രൂട്ട്സ് ആണ്, ചിലത് വെജിറ്റബിൾസ് ആണ്, ചിലത് എന്താണ് പൾസസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫുഡ് ഐറ്റംസിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് വേർതിരിച്ച് ഓരോന്നിനും ഓരോ ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് പഠിക്കാം. അപ്പം മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? മക്കൾ എന്ത് ചെയ്യുക? ആദ്യം ഏതൊക്കെ തരമായി ക്ലാസിഫിക്കേഷനാണ് ഈ ഫുഡ് ഐറ്റംസിലുള്ളത് എന്ന് പഠിക്കുക, അവയുടെ കുറച്ച് എക്സാമ്പിൾസും പഠിക്കുക. മനസ്സിലായോ? അതാണ് മെയിനായിട്ട് നമുക്കിവിടെ ഈ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ അത് പറഞ്ഞു തരാം, എന്നിട്ട് ബാക്കി എക്സസൈസൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ ഫുഡ് ഐറ്റംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഗ്രെയിൻസ്, പൾസസ്, ആനിമൽ സോഴ്സസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ട്യൂബേഴ്സ്. ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, പൾസസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ, ആനിമൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ് പഴങ്ങൾ, വെജിറ്റബിൾസ് പച്ചക്കറികൾ, ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഇത്രയും ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ഫുഡ് ഐറ്റംസിലുള്ളത്. അപ്പം എന്ത് ചെയ്യണം മാഡത്തിൻ്റെ കുട്ടികൾ? നമുക്ക് ഈ ഒരു കാറ്റഗറികൾ, ഈ ഫുഡ് ഐറ്റംസ് ഇത്ര എണ്ണം ക്ലാസിഫൈ ചെയ്തത് എന്ത് ചെയ്യണം മക്കൾ? നന്നായിട്ട് പഠിക്കണം. ഗ്രെയിൻസ്, അപ്പോൾ ഗ്രെയിൻസിന് എക്സാമ്പിൾ എന്തൊക്കെ എഴുതാൻ പറ്റും നമുക്ക്? റൈസ് അല്ലേ, അരി, വീറ്റ്, മൈസ്, ബാർലി, ഓട്സ്. ഇതൊക്കെ നമുക്ക് കേട്ടിട്ട് പരിചയമുള്ള കാര്യങ്ങളാണ് അല്ലേ, ഐറ്റംസാണ്. അപ്പം ഗ്രെയിൻസ്, അതിന് എക്സാമ്പിൾ പഠിക്കുക. ഗ്രെയിൻസ് എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? റൈസ് മക്കൾക്ക് അറിയാവുന്നതാണ്, വീറ്റ് അറിയാം, ഓട്സ് അറിയാം, മൈസ് കോണാണ് കേട്ടോ. അപ്പോൾ ഇത് 2-3 എക്സാമ്പിൾ ഗ്രെയിൻസ് എന്ന് പഠിക്കുക, 2-3 എക്സാമ്പിൾ പഠിക്കുക. ദെൻ പൾസസ്, പയറ് വർഗ്ഗങ്ങൾ. നമ്മൾ രാവിലെ ചായക്ക് എന്താണ് കറിയായിട്ട് നമ്മുടെ പുട്ടിലേക്കോ ദോശയിലേക്കൊക്കെ കറിയായിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? ഗ്രീൻ ഗ്രാം, അതുപോലെ തന്നെ ചിക്ക് പീസ്, കടലകൾ യൂസ് ചെയ്യും, ചെറുപയർ യൂസ് ചെയ്യും, പിന്നെയോ നമ്മുടെ കൗ പീസ്, ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യും അല്ലേ, പയറ് വർഗ്ഗങ്ങൾ യൂസ് ചെയ്യും. അതാണ് നമ്മൾ പൾസസിലുള്ളത്. അപ്പം പൾസസിന് 2-3 എക്സാമ്പിൾ പഠിക്കുക. പിന്നെ ആനിമൽ സോഴ്സസിൽ നിന്ന് എന്തൊക്കെ ലഭിക്കും നമുക്ക്? മിൽക്കാണ് പൊതുവെ എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒന്നാണ് മിൽക്ക്. മീറ്റ്, ഇറച്ചി കിട്ടും അല്ലേ, മീറ്റ്. പിന്നെയോ മീറ്റിൽ തന്നെ ചിക്കൻ, ഫിഷ്, പിന്നെ പോർക്ക്, ബീഫ്, ഇതൊക്കെ ഇറച്ചികളിൽ പെടുന്ന അല്ലേ. അതിൽ മിൽക്ക്, എഗ്ഗ്, യോഗർട്ട്, ബട്ടർ, ഫിഷ്, ഹണി, എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക? 2-3 എക്സാമ്പിളുകൾ ആനിമൽ സോഴ്സസിൽ നിന്ന് പഠിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിളും ഞാൻ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഫ്രൂട്ട്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ആപ്പിൾ, ബനാന, മാംഗോ, ഓറഞ്ച്, ഗുവ എന്ന് പറഞ്ഞാൽ പേരൊക്കെ കേട്ടോ. പപ്പായ, ഗ്രേപ്സ്, വാട്ടർമെലൺ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെജിറ്റബിൾസ് ആണെങ്കിലോ പൊട്ടറ്റോ, ടൊമാറ്റോ, ക്യാരറ്റ്, സ്പിനാച്ച്, കേബേജ്, ലേഡീസ് ഫിംഗർ, പംകിൻ, ബ്രൊക്കോളി, ഓണിയൻ, ഗ്രീൻ ചില്ലി, ഇതൊക്കെ എന്താണ്? വെജിറ്റബിൾസാണ്. പിന്നെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത്. റാഡിഷ്, ക്യാരറ്റ്, യാം, പിന്നെ യാം എന്ന് പറഞ്ഞാൽ ചേന. ടോപ്പിയോക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പൂള. പിന്നെയോ സ്വീറ്റ് പൊട്ടേറ്റോ അല്ലേ, മധുരക്കിഴങ്ങ്, ഇതൊക്കെ നമ്മുടെ ട്യൂബേഴ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ
മാഡത്തിൻ്റെ കുട്ടികൾ ആദ്യം തന്നെ ഈ പാഠം പഠിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, ഫുഡ് ഐറ്റംസിൻ്റെ കാറ്റഗറീസ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഈ ഗ്രെയിൻസ്, പൾസസ്, ആനിമൽ സോഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ട്യൂബേഴ്സ് എന്നുള്ളത് ഭാഗം കറക്റ്റ് പഠിക്കുക. എന്നിട്ട് അതിന് എക്സാമ്പിളും പഠിക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ചെയ്യാം. ഇവിടെ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെയും പേരുകൾ തന്നിട്ടുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ 1, 2, 3 4, 5, 6 അങ്ങനെ 6 ബാസ്ക്കറ്റുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസിനൊക്കെ ഓരോ നമ്പറുകളുണ്ട്. ആ നമ്പർ കറക്റ്റായിട്ട് ആ ഫുഡ് ബാസ്ക്കറ്റിൽ വെക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ ഏതൊക്കെയാണ് നമ്മൾ വെക്കുക? ഫസ്റ്റ് വൺ കേബേജും ലേഡീസ് ഫിംഗറും. സെക്കൻഡ് വണ്ണിലോ ജാക്ക് ഫ്രൂട്ട്, മാംഗോ. ദെൻ തേർഡിൽ മിൽക്ക്, മീറ്റ്, ഫിഷ്. ഫോർത്ത് വണ്ണിലാണെങ്കിലോ യാം, ടോപ്പിയോക്ക, കൊളക്കേഷ്യ. ഇനിയോ ഫിഫ്ത്ത് കൗപ്പീസ്, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം. ദെൻ സിക്സ്ത് വണ്ണാണെങ്കിലോ വീറ്റ്, റൈസ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഓർഡറിൽ നമുക്കിത് ഈ ബാസ്ക്കറ്റിൽ നിറയ്ക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ്? ഫസ്റ്റ് ബാസ്ക്കറ്റിലുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? നമുക്കറിയാം ക്യാബേജും ലേഡീസ് ഫിംഗറും ആണെന്ന്. വിച്ച് കാറ്റഗറി ഡു ദേ ബിലോങ് ടു? ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ ഈ ക്യാബേജും ലേഡീസ് ഫിംഗറും ഉൾക്കൊള്ളുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാണ്? ക്യാബേജും ലേഡീസ് ഫിംഗറും നമ്മുടെ വെജിറ്റബിൾസ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ്സ്. നമ്മുടെ പദസൂര്യൻ, വേർഡ്സ് എന്ന് പറഞ്ഞാൽ പദസൂര്യൻ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒരു പദസൂര്യനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 10-14 വെജിറ്റബിൾസിൻ്റെ നെയിം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഈ പദസൂര്യന് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് കാറ്റഗറി ക്യാൻ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദി സെക്കൻഡ് ബാസ്ക്കറ്റ് ബി ഇൻക്ലൂഡഡ്? സെക്കൻഡ് ബാസ്ക്കറ്റിലുള്ള ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഏത് വിഭാഗത്തിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെയാണ് സെക്കൻഡ് ബാസ്ക്കറ്റിലുള്ള ഫുഡ് ഐറ്റംസ്? ജാക്ക് ഫ്രൂട്ടും മാംഗോയാണ് സെക്കൻഡ് ബാസ്ക്കറ്റിലുള്ളത്. നമുക്കറിയാം ജാക്ക് ഫ്രൂട്ടും മാംഗോ ഒക്കെ എന്താണ്? ഫ്രൂട്ട്സിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ പറയുന്നത് എന്താണ്? കുറച്ചുകൂടിയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നെയിം കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ മാഡം എന്ത് ചെയ്യുക? കുറച്ച് ഫ്രൂട്ട്സിൻ്റെ നെയിം ഇവിടെ തരാം. നിങ്ങൾക്ക് ഈസി ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇരുന്ന് എഴുതി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഹാവ് യു നോട്ടീസ്ഡ് ഹൗ എ പൈനാപ്പിൾ ഹാസ് ബീൻ ടേൺഡ് ഇൻ ടു എ ബേർഡ്? നമ്മളവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ആ പിക്ചറിൽ നോക്കിയാൽ എങ്ങനെയാണ് നമ്മുടെ പൈനാപ്പിൾ, കൈതച്ചക്ക ഒരു പക്ഷിയുടെ രൂപത്തിലായതെന്ന് നിങ്ങൾക്ക് അതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഏതൊക്കെ പഴങ്ങളും പച്ചക്കറികളുമാണ് ഈ ഒരു പക്ഷി രൂപത്തിലുള്ളത്? അപ്പോൾ നിങ്ങളുടെ ആ ഒരു പിക്ചർ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഫസ്റ്റ് വൺ എന്താണ്? പൈനാപ്പിൾ തന്നെയാണ്. ദെൻ നെക്സ്റ്റോ നമുക്ക് കാണാം അതിൻ്റെ 2 സൈഡിലായിട്ട് വാട്ടർമെലൺ കൊടുത്തിട്ടുണ്ട് അല്ലേ? പൈനാപ്പിളിൻ്റെ കൈകളായിട്ട്, ആ പക്ഷിയുടെ ചിറകുകളായിട്ട് വാട്ടർമെലൺ കൊടുത്തിട്ടുണ്ട്. ഹെഡായിട്ട് പംകിന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട് അല്ലേ? ഇത്രയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഈ ഒരു രൂപത്തിൽ, ഈ ഒരു പക്ഷിയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്? ഡിഡ് യു സീ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദി തേർഡ് ബാസ്ക്കറ്റ്? മൂന്നാമത്തെ ബാസ്ക്കറ്റിലുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? അതൊക്കെ നിങ്ങൾ കണ്ടില്ല, അത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. വാട്ട് അതർ ഫുഡ് ഐറ്റംസ് ഡു യു നോ വിച്ച് വി ഗെറ്റ് ഫ്രം ആനിമൽ സോഴ്സസ്? അതുപോലെ തന്നെ നമുക്ക് ആനിമൽ സോഴ്സസിൽ നിന്ന് ലഭിക്കുന്ന വേറെയും ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് അതൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങളടുത്ത് എഴുതാനാണ് പറയുന്നത്. നമുക്കറിയാം തേർഡ് ബാസ്ക്കറ്റ് ആനിമൽ സോഴ്സസ് ആണ്. അതിൽ നമുക്ക് മിൽക്ക്, മീറ്റ്, ഫിഷ് അവിടെ ആദ്യമേ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ആനിമൽ സോഴ്സസ് എക്സ്ട്രാ നമ്മളുടെ അടുത്ത് എഴുതാൻ പറയുമ്പോൾ നമുക്ക് എഗ്ഗ് എഴുതാം, ഹണിയൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ചാർട്ട് ഉണ്ടല്ലോ അത് നന്നായിട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി ഇൻ വിച്ച് കാറ്റഗറി ഡു ദ ഫുഡ് ഐറ്റംസ് ഇൻ ദി ഫോർത്ത് ബാസ്ക്കറ്റ് ബിലോങ് ടു? ഫോർത്ത് ബാസ്ക്കറ്റ് ഏത് ഫുഡ് കാറ്റഗറിയുമായിട്ടാണ്, അല്ലെ ഫുഡ് ഐറ്റംസ് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നതെന്ന്. അപ്പോൾ ഏതാണ് ഫോർത്ത് ബാസ്ക്കറ്റിൽ എന്തൊക്കെയാണുള്ളത്? യാം, ടോപ്പിയോക്ക. യാമും ടോപ്പിയോക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ട്യൂബേഴ്സ് ആണല്ലേ, മണ്ണിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന ട്യൂബേഴ്സാണ് ഈ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഇവയാണ് നമ്മുടെ ചേനയും ചേമ്പും കാച്ചിൽ, അതുപോലെ തന്നെ എന്താണ് ടോപ്പിയോക്ക, പൂള, മധുരക്കിഴങ്ങ്, ഈ ഒരു വർഗത്തിൽപ്പെട്ടവരൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത്? ട്യൂബേഴ്സ് എന്നാണ്. ട്യൂബേഴ്സ്. ഐ ഗ്രോ അണ്ടർഗ്രൗണ്ട് ആൻഡ് ബിലോങ് ടു ദ ട്യൂബർ ഫാമിലി. അപ്പം നമ്മുടെ ചേന വന്നിട്ട് പറയാണ്, ഞാൻ ഏത് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്? ഞാൻ കിഴങ്ങ് വർഗം, അല്ലെങ്കിൽ എന്താ പറയുക, ട്യൂബേഴ്സ്, ഇവയിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ എവിടെയാണ് ഉണ്ടാവുക? മണ്ണിനടിയിലാണ് ഞാൻ ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്യൂബേഴ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ ഏരിയയിൽ വളരുന്ന ട്യൂബേഴ്സിൻ്റെ പേര് പറയാനാണ് പറയുന്നത്. പൊട്ടാറ്റോ, യാം, ടോപ്പിയോക്ക, പിന്നെ എന്താ എഴുതാം നമുക്ക്? സ്വീറ്റ് പൊട്ടാറ്റോ എഴുതാം. പിന്നെയോ ഇവിടെ നോക്കി, പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, യാം, ടോപ്പിയോക്ക, കൊൾക്കേഷ്യ, ബീറ്റ്റൂട്ട്, റാഡിഷ്, ടൂണിപ്പ്, എറോറൂട്ട്. ഇവയൊക്കെ എന്താണ്? ട്യൂബേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ഉള്ളത് ട്യൂബേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് മക്കൾ പഠിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഫിഫ്ത്ത് ബാസ്ക്കറ്റ് ഏത് കാറ്റഗറിയിലുള്ളതാണ്? ഫിഫ്ത്ത് ബാസ്ക്കറ്റിൽ എന്തൊക്കെയാണുള്ളത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ മക്കൾ. കൗപ്പീസ് ഉണ്ട്, ഗ്രീൻ ഗ്രാം ഉണ്ട്, ബംഗാൾ ഗ്രാം ഉണ്ട്. കൗപ്പീസ് പറഞ്ഞാൽ പയർ, എന്താണ് നമ്മളെ പയറുണ്ടല്ലോ, വമ്പയർ, അങ്ങനത്തെ ആ പയർ, അത്. ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയർ. ദെൻ ബംഗാൾ ഗ്രാം എന്ന് പറഞ്ഞാൽ കടല. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ഈ പയറുവർഗ്ഗങ്ങളെ നമ്മൾ പൾസസ് എന്നാണ് വിളിക്കുക. പൾസസ്. ഓക്കെ, പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ ഇനി നിങ്ങളടുത്ത് പറയുന്നത് ഈ പൾസസിന് എക്സാമ്പിൾസ് എഴുതാനാണ് പറയുന്നത്. ഞാനിവിടെ കുറച്ച് പൾസസിൻ്റെ നെയിംസ് തരാം. ഗ്രീൻ ഗ്രാം, ചെറുപയർ, ബ്ലാക്ക് ഗ്രാം, ചിക്ക് പീസ്, അതുപോലെ തന്നെ റെഡ് ലാൻഡിൽസ്. ഈ റെഡ് ലാൻഡിൽസ്, പീജിയൻ പീസ്, കിഡ്നി ബീൻസ് എന്നൊക്കെ പറഞ്ഞാൽ, കിഡ്നി ബീൻസ് അല്ല, അത് നമ്മുടെ കിഡ്നി ഷേപ്പുള്ളൊരു വമ്പയർ എന്നൊക്കെ പറയും, അതാണ്. ഡാൽ എന്ന് പറഞ്ഞാൽ പരിപ്പുകൾ, പലതരം പരിപ്പുകളുണ്ടല്ലോ, മൈസൂർ പരിപ്പ്, അതുപോലെ തന്നെ നമ്മൾ കറി വയ്ക്കുന്ന പരിപ്പുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പായസം വയ്ക്കുന്ന പരിപ്പുകളുണ്ട്. അതൊക്കെ ഏത് ഗണത്തിലാണ് പെടുന്നത്? പൾസസ് എന്നുള്ള ഈ ഗണത്തിലാണ് പെടുന്നത്. അപ്പം ബീൻസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ പൾസസിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ്, സിറിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളാണ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളും സിറിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളും. ഓക്കെ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ സിക്സ്ത് ബാസ്ക്കറ്റ്? സിക്സ്ത് ബാസ്ക്കറ്റിൽ ഏതൊക്കെയാണുള്ളത്? സിക്സ്ത് ബാസ്ക്കറ്റിൽ എന്താണ് ഉള്ളത്? നമുക്കറിയാം, സിറിയൽസ് ആണ് സിക്സ്ത് ബാസ്ക്കറ്റിലുള്ളത്. ഏതൊക്കെ സിറിയൽസിൻ്റെ പേരാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? വീറ്റും റൈസും മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. വാട്ട് ഡിഷസ് ഡു യു നോ ദാറ്റ് ആർ മെയ്ഡ് യൂസിങ് ദീസ് ഐറ്റംസ്? കംപ്ലീറ്റ് ദ വേർഡ്സ്. ഇവിടെ റൈസും വീറ്റും തന്നിട്ടുണ്ട്. ഈ റൈസ് വെച്ചിട്ടും വീറ്റ് വെച്ചിട്ടും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. റൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോയിൽഡ് റൈസ്, നമ്മൾ ഫുഡ് കഴിക്കുന്ന, നമ്മൾ ചോറ് തിന്നല്ലോ, ആ ചോറ്. ദെൻ പുലാവ് അല്ലേ. ദെൻ ബിരിയാണി, റൈസ് പോറഡ്ജ് എന്ന് പറഞ്ഞാൽ കഞ്ഞി കേട്ടോ. റൈസ് ഫ്ലോർ ദോശ, ഇഡ്ഡലി, റൈസ് പാൻ കേക്ക്, റൈസ് പുഡിങ്, റൈസ് ക്രാക്കേഴ്സ്, ഫ്രൈഡ് റൈസ്, ഇങ്ങനെ ഒരുപാട് ഐറ്റം നമുക്ക് ഉണ്ടാക്കാം. വീറ്റ് വെച്ചിട്ടാണെങ്കിലോ ചപ്പാത്തി, റൊട്ടി, ബ്രെഡ്, നൂഡിൽസ്, പാസ്റ്റ, വീറ്റ് പോറഡ്ജ്, ദെൻ പറാത്ത, വീറ്റ് ഫ്ലോർ ഹൽവ, ബിസ്ക്കറ്റ്, കുക്കീസ്, പാൻ കേക്ക് വിത്ത് വീറ്റ് ഫ്ലോർ. ഇതിങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് വീറ്റ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ. അപ്പോൾ സീരിയൽസിന് വേറെ എക്സാമ്പിൾസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മക്കൾ ഇവിടെ ഓർക്കണം. കേട്ടല്ലോ. നെക്സ്റ്റ്, മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സിൽ ഏതൊക്കെയാണ്? മില്ലറ്റ് എന്ന് പറഞ്ഞാലും ചെറുധാന്യങ്ങൾ തന്നെ കേട്ടോ. മില്ലറ്റിൽ മെയിനായിട്ട് വരുന്നത് രാഗി, അതുപോലെ തന്നെ തിന, ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്ന് പറയും, തിന. ദെൻ ലിറ്റിൽ മില്ലറ്റ്, അതാണ് നമ്മുടെ അല്ലെങ്കിൽ ചാമ എന്ന് പറയും, ലിറ്റിൽ മില്ലറ്റ്. അതൊക്കെ നമ്മൾ ഷുഗറൊക്കെ കുറയാൻ ചാമ വെച്ചിട്ട് കഞ്ഞിയൊക്കെ
ഉണ്ടാക്കി കുടിക്കും രാഗി. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നാണ് അല്ലേ, കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് മിൽക്കിൻ്റെ ആ ടൈം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലുകൂടി ഒരു 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഈ രാഗി കൊടുക്കും. മുതിർന്നവരൊക്കെ അത് കഴിക്കും, കാരണം നല്ല ക്ഷീണം മാറാൻ നല്ലൊരു മുതലാണല്ലേ രാഗി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് താഴെ പറയുന്നത് എന്താണ്? ഒരുപാട് മില്ലറ്റ്സുകൾ കണ്ടുപിടിക്കാനും അവ വെച്ചുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ പേരുകൾ എഴുതാനുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് മില്ലറ്റ്സ് എഴുതാം. ഇവിടെ ഫിംഗർ മില്ലറ്റ് രാഗി വെച്ചിട്ട് രാഗി പുട്ട്, രാഗി ദോശ, രാഗി റൊട്ടി. ഇപ്പം നമുക്ക് യൂട്യൂബ് നോക്കി ഒരുപാട് ഐറ്റംസ് രാഗി വെച്ചിട്ട്, രാഗി ഇഡ്ഡലി ഉണ്ട് അല്ലേ, രാഗി വെള്ളയപ്പം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അല്ലേ. നമുക്ക് രാഗി സൂപ്പ്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് രാഗി വെച്ചിട്ട് ഫിംഗർ മില്ലറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെയോ ഫോക്സ് മില്ലറ്റ് വെച്ചിട്ടോ നമ്മുടെ തിന അല്ലേ, ഫോക്സ് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ തിന, അത് വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ ഉപ്പുമാവ്, ഫോക്സ് മില്ലറ്റ് പൊങ്കൽ, അതുപോലെ തന്നെ കിച്ചടി എന്ന് പറയും, അങ്ങനെ ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ പേൾ മിൽക്ക് ബജ്ര എന്ന് പറയും, ബജ്ര, അത് വെച്ചിട്ടും ഇതേപോലെ ഐറ്റംസ് ഉണ്ടാക്കാവുന്നതാണ്. ലിറ്റിൽ മില്ലറ്റ് ചാമ വെച്ചിട്ടും അതുപോലെ ഉപ്പുമാവ്, പൊങ്കൽ, ദോശ ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ പോറഞ്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കും ചാമ വെച്ചിട്ട്. അപ്പോൾ ഇത്രയും മില്ലറ്റ്സുകളുടെ പേരുകൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈസി ആയത് എടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പം ഫസ്റ്റ് വൺ ഏതായിരിക്കും? നിങ്ങൾക്ക് ഏറ്റവും ഈസി രാഗി ആയിരിക്കും അല്ലേ. അപ്പോൾ ഫിംഗർ മില്ലറ്റ്, ഫോക്സ് മില്ലറ്റ്, ദെൻ പേൾ മില്ലറ്റ്. ഇനി നിങ്ങളുടെ ചോദിക്കുകയാണ്, മില്ലറ്റ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ ഏരിയയിൽ എവിടെയെങ്കിലും ഈ മില്ലറ്റ്സ് ഉണ്ടോ എന്നാണ്, മില്ലറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അധിക പേരുടെയും ആൻസർ എന്തായിരിക്കും? നോ എന്നായിരിക്കും അല്ലേ. ഇനി അവിടെ ഒരു ഒരു പാരഗ്രാഫിൽ കൊടുത്തത് നിങ്ങൾ കണ്ടോ? അവിടെ എന്താ പറയുന്നത്? ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒരു ട്രൈബൽ പഞ്ചായത്താണ്. കേരളത്തിൽ ആകെ ഒരു ട്രൈബൽ പഞ്ചായത്ത് ഉള്ളത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. അതിൻ്റെ പേരാണ് ഇടമലക്കുടി എന്ന് പറയുന്നത്. അവിടെ ഒരു ഡിഷ് ഉണ്ടാക്കും നമ്മുടെ രാഗി വെച്ച്, ഫിംഗർ മില്ലറ്റ് വെച്ചിട്ട്. അതിൻ്റെ പേരാണ് എന്താണ്? കൊറങ്കാട്ടി. എന്താണ്? കൊറങ്കാട്ടി എന്ന് പറഞ്ഞൊരു ഫിംഗർ മില്ലറ്റ് വെച്ചിട്ട് രാഗി കുറുക്കി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് കൊറങ്കാട്ടി. അപ്പോൾ എവിടെ ഉണ്ടാക്കുന്നത്? ഇടമലക്കുടി. ഇനി നെക്സ്റ്റ് എന്താണ്? താഴെ എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? ഒരു ടാബിൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മളെടുത്ത് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് ഒരു കോളത്തിൽ കാണുന്നത് റൈസാണ്. അപ്പം നമുക്ക് റൈസ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഗ്രെയിൻസിൻ്റെ വിഭാഗത്തിലാണ്. യാം ഏത് വിഭാഗത്തിലാണ്? ട്യൂബേഴ്സിൻ്റെ വിഭാഗത്തിലാണ്. ബീൻസ് ആണെങ്കിലോ നമ്മുടെ പൾസസിൻ്റെ വിഭാഗത്തിലാണ് അല്ലേ. ദെൻ ലാഡീസ് ഫിംഗർ, സ്പിനാച്ചൊക്കെ വെജിറ്റബിളാണ്. ഗുവ ഫ്രൂട്ട്സ് ആണ്. എഗ്ഗ് ആനിമൽ സോഴ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം അത് തന്നെയാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്ത് ഈ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? അതിൽ നോക്കി ഇവിടെ കംപ്ലീറ്റ് ആക്കി എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രയും മതി. നമുക്ക് ഹെൽത്ത് ആൻഡ് ഫുഡ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു മക്കളെ.